പ്രിയരെ, കുറേ കാലം കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുമുട്ടുന്നത്. നമുക്ക് വീണ്ടും യൂട്യൂബ് ചാനൽ തുടരാമെന്ന് വിചാരിച്ചു. ഞാനൊരു വിദേശ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതാണ്. കേരളത്തിലെ ഇന്നത്തെ അന്തരീക്ഷം കണ്ടാൽ ആകെപ്പാടെ ഒരു പകപ്പ് തോന്നുകയാണ്. മതം മതം മതമെന്ന് പറഞ്ഞിട്ട് മനുഷ്യരെല്ലാം മരിക്കാൻ തുടങ്ങിയാണ്. മതത്തോടുള്ള സ്നേഹമാണോ വിശ്വാസമാണോ ഒന്നുമാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. മതത്തിൻ്റെ തീവ്രത കയറിയിട്ട് എല്ലാവരും ഇപ്പം മതത്തെ മതമായിട്ടാണ് കാണുന്നത്. ചില മതം പൊട്ടി മൃഗങ്ങളുടെ മാതിരി പരക്കം പായുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അത് എൽഡേഴ്സ് മാത്രമല്ല, അവരിൽ നിന്ന് കുട്ടികളിലേക്കും കൂടെ ഇതെല്ലാം പകർന്നു കൊടുക്കുന്ന ഒരു മഹാപാപം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം എൽഡേഴ്സായ നമുക്ക് തന്നെ ഉള്ളതാണ്. ഈ അന്തരീക്ഷത്തിൽ ഞാൻ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപികയെ ഓർക്കുകയാണ്. ഒരു കർമ്മലീത്ത കന്യാസ്ത്രീ ആയിരുന്നു അവർ. നല്ല ഒന്നാന്തരമായിട്ട് കാപ്പിപ്പൊടി നിറത്തിലുള്ള ഉടുപ്പൊക്കെ ധരിച്ച് ജപമാലയും തൂക്കി പ്രാർത്ഥനയും ചൊല്ലി ധ്യാനവുമൊക്കെ ആയിട്ട് കിടന്ന അതീവ ഭക്തയായ ഒരു കന്യാസ്ത്രീ. റിജിസമ്മ എന്നാണ് ഞങ്ങൾ അവരെ വിളിച്ചിരുന്നത്. ആ സിസ്റ്റർ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ല. ഞങ്ങളുടെ ഒരു അമ്മ തന്നെയായിരുന്നു ആ അധ്യാപിക. ആ അമ്മയിൽ കൂടെയാണ് ഞങ്ങൾ രാമായണം മുഴുവനും പഠിച്ചെടുത്തത്. രാമായണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, മാരീചനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവനും പശ്ചാത്തലമായിട്ട് പറഞ്ഞ് ഞങ്ങളെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് മാരീചൻ്റെ പുറകെ ശ്രീരാമചന്ദ്രൻ ഓടുന്നിടത്തേക്ക് എത്തിക്കുന്നത്. അവരുടെ കൂടെ ഞങ്ങൾ ഓടിയതുപോലെയാണ് ഇപ്പോഴും തോന്നുന്നത്. അതുമാത്രമല്ല, ശ്രീ ബുദ്ധനെ പറ്റിയും ശ്രീ നാരായണ ഗുരുവിനെ പറ്റിയും യേശുക്രിസ്തുവിൻ്റെ ജനനം അതിനെപ്പറ്റി ആ കവിത ആരാണ് എഴുതിയെന്ന് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. അപ്പാരിലമ്പോട് അവതീർണനായി എന്നൊക്കെ പറഞ്ഞൊരു നല്ല കവിതയുണ്ടല്ലോ. അതൊക്കെ എന്ത് ഭക്തിയോടുകൂടിയാണ് പഠിപ്പിച്ചതെന്നറിയാമോ? രാമായണം പഠിപ്പിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ടാണ് പഠിപ്പിച്ചത്. ശ്രീബുദ്ധനെ ഞങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടത് ഞങ്ങളുടെ റിജീസ് അമ്മയാണ്. അതുപോലെ ചങ്ങമ്പുഴയെ പോലുള്ള കവികളും ഞങ്ങളെ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതെല്ലാം റിജീസ് അമ്മയായിരുന്നു. അതുപോലെയുള്ള അധ്യാപകർ പഠിപ്പിച്ചാൽ കുട്ടികൾക്ക് അവിടെ മത സഹിഷ്ണുതയെന്നോ മത സൗഹാർദ്ദമെന്നോ ഒക്കെയുള്ള വാക്കുകൾ പോലും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. അതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഞങ്ങളെല്ലാവരും പെൺകുട്ടികളെ പിണക്കവും ഒക്കെ ആയിട്ട് സാധാരണ അവനവൻ്റെ മതവിശ്വാസത്തിൽ കൂടെ അങ്ങ് ജീവിച്ചു പോവുക ചെയ്തത്. ആർക്കും ആരോടും മതത്തിൻ്റെ പേരിലൊരു വെറുപ്പ് ഉണ്ടാകാൻ ഉള്ള അന്തരീക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് പോലും വളരെ പ്രായമായ ചില സ്ത്രീകളൊക്കെ അമ്പലത്തിലോട്ട് നോക്കിയാൽ കണ്ണുപൊട്ടുമെന്നൊക്കെ പറയുന്നവരുണ്ടായിരുന്നു. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു നല്ല അന്തരീക്ഷം ബാക്കിയുള്ളവർ, പ്രത്യേകിച്ച് അധ്യാപകർ സൃഷ്ടിച്ചിരുന്നു. ഇന്നും അധ്യാപകരുടെ ഒരു കടമയാണ് ഈ സങ്കുചിത മനസ്ഥിതിയിൽ നിന്നെല്ലാം പുറത്തു വരാനും കുട്ടികളെയെല്ലാം നല്ല ഒന്നാന്തരം വിശാല മനസ്ഥിതിയുള്ളവരാക്കി വാർത്തെടുക്കാനും. അത് അധ്യാപകരുടെ കടമയാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കളും മേധാവികളും എല്ലാം ഇതിൽ പങ്കുകാരാകണം.